ഹായ്, നിങ്ങളൊരു വ്യക്തിനെ എങ്ങനെ വിലയിരുത്താറുള്ളത്? പലപ്പോഴും ആദ്യമായിട്ടൊരു കാണുന്ന വ്യക്തിനെ നമ്മൾ വിലയിരുത്തുക അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലും അവരുടെ സംസാര രീതിയും അവരുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കിയിട്ടായിരിക്കും അല്ലേ? മറ്റു ചിലർ വിലയിരുത്തുന്നൊരു കാര്യമുണ്ട് കേട്ടോ. അതായത് ഒരു വ്യക്തിയുടെ അടുത്ത് അഭിപ്രായം ചോദിക്കും. ആ വ്യക്തി എന്താണോ പറയുന്നത് അത് വെച്ചിട്ടായിരിക്കുള്ളൂ നമ്മൾ അവരുടെ അടുത്ത് പെരുമാറുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ ഈ ചോദിക്കുന്ന വ്യക്തി ഉണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു കൊടുത്താൽ തീർച്ചയായിട്ടും അവർ നല്ലത് മാത്രമേ പറയുള്ളൂ, എത്ര മോശം സ്വഭാവം അവർക്കുണ്ടെന്നുണ്ടെങ്കിലും അല്ലേ. അതുപോലെ തന്നെ മറ്റൊരു വശമുണ്ട്. നമ്മൾ ഈ ചോദിക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും ചെറിയൊരു ദുരനുഭവം ഉണ്ടെങ്കിൽ അവരെന്താണ് വളരെ മോശം അഭിപ്രായമായിരിക്കും പറയുന്നത്. പക്ഷേ സത്യത്തിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണമെന്നേ ഇല്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിനെക്കുറിച്ചും ഒരു മുൻധാരണയോ അല്ലെങ്കിൽ മൂന്നാമതൊരു വ്യക്തി പറയുന്നത് കേട്ടിട്ടോ വിലയിരുത്തരുത് എന്നുള്ളതാണ് കേട്ടോ. തീർച്ചയായിട്ടും നമ്മൾക്ക് കാലക്രമേണ അദ്ദേഹത്തിൻ്റെ സ്വഭാവവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഒരാളെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോഴും സൂക്ഷിക്കണം. മറ്റൊരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ അഭിപ്രായം എടുക്കുമ്പോഴും സൂക്ഷിക്കണം. ഒരു വ്യക്തിയെയും മോശമായിട്ടോ വളരെ നല്ലതാണെന്നോ വിലയിരുത്താനായിട്ട് നമുക്ക് ഒരിക്കലും കഴിയില്ല. ഓരോരുത്തരുടെ അനുഭവത്തിനനുസരിച്ചിട്ടായിരിക്കും അവരെ അഭിപ്രായം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അമിതമായിട്ട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ എടുത്തിട്ട് ഒരു വ്യക്തിയെ നമ്മൾ വിലയിരുത്തരുത് കേട്ടോ. നമ്മൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ല, വളരെ ജാടയായിരിക്കും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവർ ചിലപ്പോൾ അടിപൊളിയായിരിക്കും അല്ലേ. വളരെ ദേഷ്യക്കാരിയാണെന്ന് മറ്റൊരാൾ പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നിയിട്ടില്ല, ഓ ഇത്ര സിമ്പിളാണോ ആളെന്നുള്ളത്. അപ്പോൾ അത് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അവരെ എതിർ നിൽക്കുന്ന വ്യക്തിനെ വിലയിരുത്തുന്നത്. അതുപോലെ ആയിരിക്കണം എന്നില്ല നമ്മൾ വിലയിരുത്തുന്നത്. പിന്നെ സൂക്ഷിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചില ആളുകൾ എല്ലാവരെക്കുറിച്ചും എത്ര നല്ലത് ചെയ്താലും ചീത്ത മാത്രം പറയുന്ന ആളുകളും ഈ ഒരു ലോകത്തുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ അതിപ്പോൾ ഈ ലോകത്ത് എന്ത് ചെയ്താലും എന്തിനെക്കുറിച്ചും നെഗറ്റീവ് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ എതിരെ നിൽക്കുന്ന വ്യക്തിനെ ഒരിക്കലും നമ്മൾ സംശയിക്കാതെ കാലക്രമേണ നമുക്ക് എന്തായാലും അവരുടെ ഒരു സ്വഭാവം മനസ്സിലാവും. അത് മൂന്നാമതൊരാളെ ഒരു അഭിപ്രായം എടുക്കാതെ വിലയിരുത്താനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊക്കെ നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതിനെതിരെ അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ.